ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കിനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ചക്കക്കുരുവാണ്. ചക്കക്കുരു ഇപ്പം നമുക്ക് ഈ ഒരു സീസൺ ആയതുകൊണ്ട് ചക്കക്കുരു എല്ലാവർക്കും കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ മുരിങ്ങയില, നമ്മുടെ എല്ലാവരുടെയും വീടുകളിലും മുരിങ്ങയില ഉണ്ടാവും. ഒരു 4 തണ്ട് മുരിങ്ങയിലയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് ഈ ഒരു ചക്കക്കുരു ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാനിവിടെ ചക്കക്കുരു എല്ലാം ഒന്ന് തൊലി കളഞ്ഞതിന് ശേഷം പുറത്തെ തൊലി മാത്രം നമ്മൾ കളഞ്ഞാൽ മതി. അതിന് ശേഷം രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതൊരു കുക്കറിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കറി എത്ര വേണോ അതിൻ്റെ അനുസരിച്ച് ഇതിൻ്റെ എല്ലാം അളവ് കൂട്ടാവുന്നതാണ്. അപ്പം ഞാനിവിടെ കുറച്ച് മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ കഴുകി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓരോ ചക്കക്കുരുവിനും ഓരോ വേവായിരിക്കും. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതൊരു 2-3 വിസിലൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുത്തുകൊണ്ട് വരാം. ചക്കക്കുരു ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഞാനിവിടെ മുരിങ്ങയില ഇതുപോലൊക്കെ ഓരോ ഇതിലായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയും ഓരോന്നോരോന്നായിട്ട് എടുക്കാൻ പറ്റുമോ അത്രയും നല്ലത്. തണ്ടില്ലാതിരിക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ്. അതിനുശേഷം നമ്മളിവിടെ ഒന്ന് തുടച്ചൊക്കെ എടുത്തതിന് ശേഷം ഇതുപോലെ വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കാവുന്നതാണ്. ഇതിൽ ചിലന്തിവലയൊക്കെ കാണും. അപ്പം നല്ലതായിട്ട് നോക്കിയിട്ട് വേണം എടുക്കാൻ. ഇനി ഇത് കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് വെള്ളം ഒന്ന് ഊറ്റാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിതുപോലെ മുരിങ്ങയില, ചീര ഇവയൊക്കെ കഴുകിയതിന് ശേഷം അതിൻ്റെ വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ഒരു റൈസ് കുക്കറിൻ്റെ സ്റ്റീമർ ഇതുപോലെ എടുത്തതിന് ശേഷം ഇപ്പോൾ ഞാൻ മുരിങ്ങയില ഇവിടെ വെള്ളം വാർന്നു പോകാനായിട്ട് ഇതുപോലെ ഒരു സ്റ്റീമറാണ് എത്തിയിരിക്കുന്നത്. റൈസ് കുക്കറിൻ്റെയാണ്. അപ്പോൾ അത് നമുക്കിതുപോലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുറേശ്ശെയായിട്ട് വാർന്നു പോകും നമ്മുടെ കറി റെഡിയാകുമ്പോഴേക്കും. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് വെള്ളം വാർന്നതിന് ശേഷം ഇതെടുക്കാവുന്നതാണ്. വെള്ളം ഒന്ന് വാർന്നു വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ചേർക്കാനുള്ള ചേരുവ കൂടി ഒന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 മുറി തേങ്ങ ഇവിടെ തിരുമിയെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 3 ചെറിയ പീസ് 3 ചുവന്നുള്ളിയാണ്. പിന്നെ 2 പച്ചമുളക്, അത്യാവശ്യം എരിയുള്ള പച്ചമുളകാണ്. പിന്നെ ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല എരിവുള്ള മുളകായത് കാരണമാണ് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല പേസ്റ്റ് പോലൊക്കെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇനി നമുക്ക് ഈ ഒരു ചക്കക്കുരു ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഒരുപാട് അങ്ങ് വെന്ത് പോകണമെന്നില്ല. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു ഇവിടെ വെന്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഒത്തിരി ഉടച്ചു കൊടുക്കണ്ട, അത്യാവശ്യത്തിന് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. മൺചട്ടി ആകുമ്പോൾ ഈ ഒരു നാടൻ കറിക്ക് വളരെ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ സാധാരണ ഇതൊരു നാടൻ കറിയായിട്ടാണ് തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് 2-3 ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു 2-3 വെളുത്തുള്ളി അല്ലിയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതാകുമ്പോൾ നമ്മുടെ ചക്കക്കുരുവിന് ഗ്യാസിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളവർക്കൊക്കെ അതില്ലാതിരിക്കാൻ വളരെ നല്ലതാണ്. ചക്കക്കുരു എന്ന് പറഞ്ഞാൽ ഗ്യാസാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 വറ്റൽമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ആ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് നമുക്ക് ഈ ഒരു മുരിങ്ങയില ഒന്ന് വഴറ്റി കൊടുക്കാം. സാധാരണ നമ്മൾ മുരിങ്ങയില ഡയറക്റ്റായിട്ടാണ് ഇടുന്നത്. ഇതൊന്ന് വഴറ്റി ഇങ്ങനെ എടുത്ത് കൊടുക്കുക കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തിയിൽ വേവിച്ചതൊന്ന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഇരുന്ന് കുറുകുന്ന കറി ആയതുകൊണ്ട് കുറച്ചേറെ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ ഇത് നല്ലപോലെ കുറുകുന്നതായിരിക്കും. ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ ചക്കക്കുരു വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമുക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ചൂടാവണം. ഒരു കാരണവശാലും തിളക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ ആ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. തേങ്ങ ചേർത്തതിന് ശേഷം തിളച്ച് പോകരുത്. നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്ന് അടച്ച് വെക്കുകയാണ്. അതിന് ശേഷം ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിത് അടച്ച് വെച്ചിട്ടൊരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അതിന് ശേഷം ഞാനിവിടെ തുറന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. കണ്ടില്ലേ, നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊരു നാടൻ മുരിങ്ങയിലയും ചക്കക്കുരുവും വെച്ചുള്ള ഒരു കറിയൊന്ന് തയ്യാറാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.